ഹലോ പ്രിയമുള്ളവരെ, നമ്മുടെ വിശിഷ്ടാതി സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ലൊരു കൈ എടുക്കും. അവര് നമ്മുടെ പ്രിയപ്പെട്ട നിഷ സാനി മേഡത്തെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മഴയായതുകൊണ്ടാണ് ചിരിച്ചിട്ട് നടക്കുന്നില്ല. ചിരി മഴ പെയ്യുന്ന പോലെ എല്ലാവരും ചിരിച്ചിട്ട് നിൽക്കുകയാണ്. എനിക്കായിരുന്നില്ലേ കുറച്ച് കിടക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? മഴയായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ച് കപ്പലണ്ടി, അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും വിശക്കും അല്ലേ? മഴയാകുമ്പോൾ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ച് വീട്ടിൽ കട്ടൻ ചായയൊക്കെ കുടിച്ച് എന്തെങ്കിലുമൊക്കെ കുടിച്ചും കഴിച്ചൊക്കെ ഇരിക്കാൻ തോന്നുന്ന ഒരു സമയമാണ്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ മിയോ ബേക്കറി, മിയോ കേക്ക് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം ഇവിടെ നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വയറ് നിറയെ സ്വീറ്റ്സും അതുപോലെ മധുരവും അതുപോലെ എരിവും ഉള്ള എല്ലാ സാധനങ്ങളും, എല്ലാ പലഹാരങ്ങളും, കേക്ക് മാത്രമല്ല എല്ലാം ഉണ്ട് മിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വയറ് നിറച്ച് കഴിക്കാൻ മിയോ ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. എല്ലാവരും മിയോയിൽ വരിക, വയറ് നിറച്ച് ഭക്ഷണങ്ങൾ കഴിച്ച് വീട്ടിലൊക്കെ വേണ്ടതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി കുട്ടികളും ഭർത്താവും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിങ്ങനെ കഴിക്കാം അല്ലേ? ഇതിനപ്പുറം ഒരു ബേക്കറിയെ കുറിച്ച് അധികം പറയാനൊന്നുമില്ല. പിന്നെ സുഖമാണല്ലോ, അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. സുഖമായിട്ടിരിക്കണല്ലായിരുന്നു. ഉപ്പുമുളകൊക്കെ അടുത്ത് വരുന്നുണ്ട്. ബേക്കറി ഇങ്ങനെ തുടങ്ങാൻ പോകുന്നു നെക്സ്റ്റ് മന്ത്. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് ഞങ്ങൾക്ക് തന്നതുകൊണ്ടാണ് ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുന്നത്. ഉപ്പുമുളക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? ഇഷ്ടമാണ്. എന്തൊരു എന്താ പറയുക, ഒരു ചൊടിയില്ലാണ്ടിരിക്കണേ. അത് കഴിച്ചില്ലായിരുന്നോ? ഒന്നും കൊടുത്തില്ല അവർക്ക് കഴിക്കാൻ. എല്ലാവർക്കും എന്തെങ്കിലും കഴിക്കാൻ കേക്ക് മാത്രമേ ഉള്ളൂ. ആണോ? അപ്പോൾ കേക്കൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് കഴിയുമ്പോൾ കുറച്ച് എനർജി ആവും അല്ലേ? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങേണ്ട ടൈമിലാണ് ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നത്. അതോർത്തിട്ടാണോ? എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ. മഴയാണ്, എല്ലാവരും വെള്ളമൊക്കെ പൊങ്ങി. ഞാനിങ്ങനെ വരുമ്പോൾ തന്നെ പല സ്ഥലത്തും വെള്ളമൊക്കെ പൊങ്ങി കാറൊക്കെ പകുതിക്ക് കൂടെയൊക്കെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആവുകയും ചെയ്തു. ആർക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മഴയെ പോലെ ആർക്കും ഒരു ദുരിതങ്ങളും കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ഇരിക്കാൻ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അല്ലേ? പിന്നെ നമുക്ക് അടുത്ത് കാണുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ അടുത്ത് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. അത് തീർച്ചയായും നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേക, എത്ര വഴക്കാണെങ്കിലും എത്ര പ്രശ്നങ്ങൾ, ഇപ്പം ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കേരളത്തിൽ ഉണ്ടായാലും ഒരു പ്രശ്നം വരുമ്പോൾ, ഒരാൾക്കൊരു സങ്കടം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും. അത് നമ്മുടെ കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇല്ലേ? നമുക്കിവിടെ ഇപ്പോൾ കൊറോണ വന്നു, വെള്ളപ്പൊക്കം വന്നു, ഇതൊക്കെ വരുമ്പോഴും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. അത് നമ്മുടെ മാത്രം ഒരു അവകാശമാണ് അല്ലേ? അത് നമുക്ക് എവിടെ പോയാലും അഭിമാനിക്കാം. ഞാൻ കേരളീയനാണ് എന്ന് പറയാൻ അഭിമാനിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ഒരു പ്രശ്നങ്ങളും വരാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിന്നെ വരുന്നത് നമുക്ക് അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് എപ്പോഴും ആ മനസ്സ് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിത വരുമാനം മാത്രമല്ല, ആ നാടിൻ്റെ ഒരു ചെറിയ കാര്യം പരിഹരിക്കൽ കൂടിയാണ് അല്ലേ? നമുക്ക് നമുക്കൊരു ഗസ്റ്റ് വന്നു, വീട്ടിലെല്ലാം ഉണ്ടാക്കാന്ന് വെച്ചാൽ വലിയ പാടാണ് അല്ലേ? ഇപ്പോഴത്തെ എല്ലാവരും ജോലിക്കാരാണ്. അച്ഛനും അമ്മയും ജോലിക്കാരാണ്. മക്കളാണെങ്കിൽ രാവിലെ ട്യൂഷൻ, പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിൽ പോകണം. അത് കഴിഞ്ഞ് വൈകുന്നേരം അവർക്ക് പഠിക്കാനിരിക്കണം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഉള്ളവർ അച്ഛനോ അമ്മയോ അല്ലേ, അപ്പനോ അമ്മയൊക്കെ ആയിരിക്കും വീട്ടിൽ. അവരെ കൊണ്ട് എല്ലാം ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പം അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് ഇതുപോലെ ഒരു നല്ലൊരു ബേക്ക്, ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒന്നും ഇല്ല. അതായത് ചോറും കറി അങ്ങനെ സാധനങ്ങൾ മാത്രമുള്ളൂ. ഇല്ല, നമുക്ക് ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ബാങ്ക് ഓപ്പൺ ആയത് വളരെ വലിയ കാര്യം തന്നെയാണ്. അത് ഗസ്റ്റ് വന്നാലും നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ജസ്റ്റ് ആ ഫോൺ നമ്പർ എടുത്തൊന്ന് ഡയൽ ചെയ്താൽ മതി, സാധനം വീട്ടിലെത്തും അല്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കുട്ടികൾക്കാണെങ്കിലും കേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു, എല്ലാ കുട്ടികൾക്കും കേക്ക് ഇഷ്ടമല്ലേ? നല്ല ടേസ്റ്റാണ് അല്ലേ? ചോക്ലേറ്റ് ആണോ വാനില ആണോ ഏതാ ഇഷ്ടം? ചോക്ലേറ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എല്ലാ പിള്ളേർക്കും ചോക്ലേറ്റ് ആണ്. എനിക്ക് വാനിലയാണ് ഇഷ്ടം. അമ്മമാർക്ക് കൂടുതലും വാനില ആയിരിക്കും ഇഷ്ടം ഇല്ലേ? ആണ്.
കുട്ടികൾക്കാണ് ഈ ചോക്ലേറ്റോട് ഭയങ്കര വീക്ക്നെസ്. എൻ്റെ വീട്ടിൽ അങ്ങനെ തന്നെ എല്ലാവർക്കും ചോക്ലേറ്റ് ഇഷ്ടം, ഞാൻ മാത്രമേ മാനുഫാക്ചറിക്കുന്നത്. അപ്പോൾ കേക്കിനാണെങ്കിലും എല്ലാത്തിനും ഇവിടെ നമുക്ക് നിയോ കേക്ക് സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഒപ്പം നിയോ കേക്ക് സ്റ്റുഡിയോയ്ക്ക് എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ. നിങ്ങളെല്ലാവരും കൂടെ ഈ ബിസിനസ് വിജയിപ്പിച്ച് കൊടുക്കുക. നിങ്ങളെല്ലാവരും മാത്രമേ വിചാരിച്ചാലും ഇത് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരണം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം എല്ലാവരുടെയും മുഖത്ത് ആ ഒരു സന്തോഷമുണ്ട് ഇങ്ങനൊരു കേക്ക് സ്റ്റുഡിയോ ഉണ്ടായതിൻ്റെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.